Dear students, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത് ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഡാറ്റാ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ചിലതൊക്കെ എങ്ങനെ പഠിക്കുന്നു പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഡാറ്റാ സ്ട്രക്ചേഴ്സിലെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്റ്റാക്കിനെ കുറിച്ചിട്ടാണ്. സ്റ്റാക്ക് എന്നുള്ളത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും എലമെന്റ്സ് ഉണ്ടാവുക. അതായത് ഇപ്പൊ അറയിലും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലേക്ക് നമ്മൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ടായിരുന്നു അറയിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റാക്കിലും വരിക. അറേ എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, അറേ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം അറേ ഇംപ്ലിമെന്റേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. നമ്മളിപ്പോ സ്റ്റാക്കിന് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കുകയാണ്. അതായത് ഇപ്പോ സ്റ്റാക്ക് എന്നുള്ളത് സിമിലർലി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു ചാക്ക് പോലെ തന്നെയാണ്. ഇപ്പൊ ചാക്കിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എൻഡേ ഉള്ളൂ. ആ എൻഡിനെയാണ് നമ്മൾ ടോപ്പ്. അതായത് ടോപ്പിലൂടെ മാത്രമേ നമുക്ക് സ്റ്റാക്കിലേക്ക് അല്ലെങ്കിൽ ചാക്കിലേക്ക്, നിങ്ങൾ ഒരു ചാക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി, ഒരു സ്റ്റാക്കിലേക്ക് നമുക്ക് ഐറ്റംസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു എൻഡേ ഉള്ളൂ. ഒരു സ്റ്റാക്ക് എന്നുള്ളതിന് ഒരു എൻഡേ ഉള്ളൂ. ആ എൻഡിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് പറയാം. ഇനി എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്തതിനൊരു എംപ്റ്റി സ്റ്റാക്ക് ആണെങ്കിൽ ആദ്യത്തെ എലമെന്റ് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ് ഏറ്റവും താഴേക്കാണ് പോവുക. അങ്ങനെ താഴേക്ക് പോയി പിന്നെ അടുത്ത എലമെന്റ് അതിന്റെ മുകളിലേക്ക് വരും. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയാണ് എലമെന്റ്സ് ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ഏറ്റവും താഴെയായിരിക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും സ്റ്റാക്കിന്റെ. ഇതിനകത്ത് 8 ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ഏറ്റവും ടോപ്പിലായിട്ട് വരിക. ഇങ്ങനെയാണ് ഒരു സ്റ്റാക്കിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അറേയുടെ ഒരു കൺസെപ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ഐറ്റം ഏതായിരിക്കും? ഇപ്പൊ നമ്മുടെ ചാക്കിലാണെങ്കിൽ നമുക്ക് ചാക്കിലെ ഏറ്റവും താഴെയുള്ള ഏതെങ്കിലും, ഏറ്റവും അടിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മീതെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മാറ്റിയാൽ മാത്രമേ അതിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഐറ്റം എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മൾ സ്റ്റാക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് 5 എന്നുള്ള ഐറ്റം പുറത്തേക്ക് എടുക്കണമെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം 8 നമ്മൾ ഡിലീറ്റ് ചെയ്യണം, ദെൻ 7, ദെൻ 6, അതിനുശേഷം മാത്രമേ നമുക്ക് 5ലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ സ്റ്റാക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, നമുക്ക് സ്റ്റാക്കിന് ഒരു സാക്കിനെ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഒരു എൻഡേ ഉള്ളൂ. ആ എൻഡിലൂടെയാണ് നമ്മൾ ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും സ്റ്റാക്കിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ എൻഡിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് പറയാ. ടോപ്പ് മോസ്റ്റ് എലമെന്റും അവിടെ തന്നെ വരും. ഇനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഐറ്റം ആണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ കാണിച്ചത് നമ്മുടെ 8 എന്നുള്ളതാണ് നമ്മുടെ ടോപ്പ് എലമെന്റ് ആയിട്ട് വന്നത്. അതൊക്കെ ഡിലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ 5 എന്നുള്ളത് വരുള്ളൂ. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി ഒരു അറേ പോലെ തന്നെയാണ് നമ്മുടെ അറേ ഇംപ്ലിമെന്റേഷനും ഇതുപോലെ തന്നെയാണ്. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിന്റെ നമ്മൾ വേറൊരു പാറ്റേണിലായിരുന്നു അറേ നമ്മൾ അതിന് ഡയഗ്രാം ആയിട്ട് കാണിച്ചിരുന്നത്. ഇതിപ്പോ സ്റ്റാക്ക് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോ ഒരു അറേ പോലെ തന്നെയാണ് സ്റ്റാക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി സ്റ്റാക്കിലേക്ക് നമ്മൾ 2 ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുക. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലെ ഓപ്പറേഷൻസും ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴല്ലോ. സ്റ്റാക്കിലേക്ക് നമ്മൾ 2 ഓപ്പറേഷൻസ് ആണ് പഠിക്കുക. ആ ഓപ്പറേഷൻസിന്റെ അൽഗോരിതം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമുക്കിനി അതെന്താണെന്നൊക്കെ നോക്കാം. നമുക്ക് സ്റ്റാക്കിനെ ഇപ്പൊ ഒരു അറേ പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല്
ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലേക്ക് എലമെന്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാക്കില് അറേയിൽ നമ്മൾ സബ്സ്ക്രിപ്റ്റ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 0 തുടങ്ങിയിരുന്നു, a of 0. അതുപോലെ തന്നെയാണ് ഇവിടെ വരിക, സ്റ്റാർട്ടിംഗ് വിത്ത് 0, 1, 2, 3, 4, 5, 6, 7, 8. ഞാൻ ഒരു എലിമെന്റ് കൂടെ ഇൻസേർട്ട് ചെയ്യാണ്, 9. അപ്പൊ ടോട്ടൽ നമ്പറോ എത്ര വന്നിട്ടുണ്ടാവും? 0 തുടങ്ങി 9 വരെ ടോട്ടൽ 10 ലൊക്കേഷൻസ് ആണ് വന്നിട്ടുണ്ടാവുക. ഇനി ഈ അറേക്ക് നമ്മൾ അറേ നെയിം കൊടുക്കുന്ന പോലെ സ്റ്റാക്കിനും നമുക്ക് നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ സ്റ്റാക്കിന് കൊടുക്കുന്ന നെയിം ഇപ്പൊ സ്റ്റാക്ക് തന്നെ കൊടുക്കാം. ഇപ്പൊ ഇവിടത്തെ ഒരെൻഡേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ ഒരെൻഡേ ഉള്ളൂ. ആ എലിമെന്റ് ആ എൻഡ് ഇവിടെയാണ്, ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ എലമെന്റ്സ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാണ്. 11, 9, 8, 2, 13, 5 and 19. ഇങ്ങനെ ഞങ്ങൾ എലമെന്റ്സ് കൊടുത്തു, 19 എലമെന്റ്സ് വരെ കൊടുത്തു. ഇനി ഇതിനകത്ത് ഇപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ് ആൻഡ് സെവൻത്ത്. ഇതിലിപ്പോ ടോസ് എന്നുള്ള എലമെന്റ് നമ്മൾ ടോപ്പ് ഓഫ് ദി എലമെന്റ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എലമെന്റ്, ടോസ് എന്നൊരു ഐഡന്റിഫയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുക. ടോസ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഇവിടെ ഇപ്പൊ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെങ്കിലും ഇൻസേർട്ട് ചെയ്ത എലമെന്റ്സ് വെച്ചിട്ട് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് വരെ 19 ആണ്. സോ stack of toes, topmost element of the stack equal to ഇവിടെ വരും stack of toes. ഇവിടെ നമ്മുടെ toes എന്നുള്ളത് ഇപ്പോ 6 ആണ്. Now the value of toes equal to 6. So stack of toes equal to here 19. ഇനി അതേപോലെ തന്നെ അറേയിൽ നമ്മൾ a of 0, a of 1 അങ്ങനെയൊക്കെ കൊടുക്കുന്ന പോലെ ഇവിടെ എന്ത് വരും? Stack of 0 equal to 11. Like that. Stack of 3 equal to എന്ത് വരും? Stack of 3 equal to 2. അപ്പൊ നമുക്ക് ഇപ്പോ n സ്റ്റാക്കിന്റെ സൈസ് n ആണെങ്കിൽ അതിന് നമ്മൾ സബ്സ്ക്രിപ്റ്റ് വാല്യൂ കൊടുക്കുന്നത് 0 to n-1. Just like that, here there are 10 elements. Total സ്റ്റാക്കിന്റെ സൈസ് 10 ആണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തുടങ്ങിയാണ് 0 to that n value here 10, 10-1, 9. So 0 to 9. നമ്മൾ അറേയിൽ സബ്സ്ക്രിപ്റ്റ് വാല്യൂ എഴുതിയ സെയിം പോലെ തന്നെയാണ് ഇവിടെ സ്റ്റാക്കിലും നമ്മൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാറ്. അപ്പൊ 0 തുടങ്ങി 9 വരെ. സപ്പോസ് ഇനി ഞാൻ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം. ടോസിന്റെ വാല്യൂ ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഞാൻ കൊടുത്തു 20, 23 and 17. ഇപ്പൊ സ്റ്റാക്ക് ഫുൾ ആണ്. ഇനിയും ഇതിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പോ ഫുള്ള് വാട്ടർ ഉള്ള ഒരു ബോട്ടിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവർഫ്ലോ വരും. സെയിം തന്നെയാണ് നമുക്ക് ഇവിടെയും സംഭവിക്കാം. ഇനിയും എലമെന്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഓവർഫ്ലോ. അതായത് ഇപ്പൊ സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ അതിലേക്ക് വീണ്ടും എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ സംഭവിക്കുന്നതാണ് എന്ത്? ആ സിറ്റുവേഷൻ ആണ് ഓവർഫ്ലോ. അതുപോലെ ഒരു എംപ്റ്റി സ്റ്റാക്കിലേക്ക് ഇപ്പോ സ്റ്റാക്കില് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, അതിൽ നിന്നൊരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ? അതായത് ഇപ്പൊ 0 വരെയാണെങ്കിൽ എലമെന്റ്സ് ഉണ്ട്. സ്റ്റാക്ക് ഓഫ് 0 നമുക്ക് എലമെന്റ്സ് ഉണ്ട്. സ്റ്റാക്ക് ഓഫ് -1 അങ്ങനെ ഒരു വാല്യൂ ഇവിടെ ഉണ്ടോ? 0-നേക്കാളും താഴെ വരുമ്പോഴാണ് നമുക്ക് സ്റ്റാക്ക് ഓഫ് -1 വരാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എലമെന്റ്സ് ഒന്നും ഇല്ല. അതായത് എംപ്റ്റി സ്റ്റാക്കിൽ നിന്ന് നമുക്കൊരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ആ കണ്ടീഷനാണ് നമുക്ക് പറയാം അണ്ടർ ഫ്ലോ. അതായത് if we insert an item into a full stack, then what will happen? Then happens overflow. If we delete an item from an empty stack, then happens underflow. ഇനി നമുക്ക് സ്റ്റാക്കിന്റെ 2 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. സ്റ്റാക്കില് നമുക്ക് 2 ഓപ്പറേഷൻസ് ആണുള്ളത്, പുഷ് ആൻഡ് പോപ്പ്. പുഷും പോപ്പും എന്നുള്ള 2 ഓപ്പറേഷൻസ് ആണ് നമുക്ക് സ്റ്റാക്കിൽ പഠിക്കാനുള്ളത്. പുഷ് എന്നുള്ളത് ഇൻസേർഷൻ ആണ്. സ്റ്റാക്കിലേക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് പുഷ്. അതുപോലെ പോപ്പ് എന്നുള്ളത് സ്റ്റാക്കിൽ നിന്നും
എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പോപ്പ്. ഇനി പുഷിന്റെയും പോപ്പിന്റെയും അൽഗോരിതംസ് ആണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാക്കിലെ പുഷ് ഓപ്പറേഷൻ ദാറ്റ് മീൻസ് ഇൻസേഷൻ into a stack. സ്റ്റാക്കിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ പുഷ് എന്ന് പറയാം. അപ്പൊ നമ്മൾ അൽഗോരിതം എഴുതുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ അൽഗോരിതം എഴുതുമ്പോൾ കുറച്ച് ആ അൽഗോരിതത്തിൽ എന്തൊക്കെ വേരിയബിൾസ് അല്ലെങ്കിൽ ഐഡന്റിഫൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെയൊക്കെ ഒരു ഡിക്ലറേഷൻ വേണം. അപ്പൊ നമ്മൾ എഴുതാണ് assume that stack of n is the array of size capital N. ക്യാപിറ്റൽ N സൈസ് ഉള്ള സ്റ്റാക്ക് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ടോസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഓഫ് ദി സ്റ്റാക്ക് ആൻഡ് വാല്യൂ, അതായത് നമ്മൾ ഏത് ഐറ്റം ആണോ ഒരു സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഐറ്റം സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ് വാൽ എന്നുള്ളത്. ദെൻ നമ്മൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മീൻസ് അൽഗോരിതം എഴുതാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 1 if ടോസ് ലെസ് ദാൻ n മൈനസ് 1. ടോസ് ലെസ് ദാൻ n മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്റ്റാക്ക് ഫുൾ ആണോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ ഓവർഫ്ലോ സംഭവിക്കും. അപ്പൊ സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് നമ്മൾ നോക്കാണ്. ഫുൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ടോസിന്റെ എലിമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി അത് എന്താവും, നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് അത് ഇൻക്രീസ് 1 ദെൻ എന്ത് ചെയ്യാം, ആ പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഇനി ഇതല്ലെങ്കിൽ ഇതിന്റെ ഒരു എൽസ് കേസ് ആണ് ഇവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ ആയിട്ട് സംഭവിക്കുക. നമുക്ക് ഇതൊന്ന് ഒരു സ്റ്റാക്ക് വരച്ചിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റാക്ക് വരച്ചു. ഇവിടെ ഞാൻ സ്റ്റാക്ക് എന്ന് പേര് കൊടുത്തു, TA സ്റ്റാക്ക് എന്ന് പേര് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ 0th എലമെന്റ്. ദെൻ 1 2 3 4 5 6 7 8 1 more element ആണ് 9 elements. ഞാനിവിടെ 10 ആണ് ക്യാപിറ്റൽ N സൈസ് കൊടുത്തിട്ടുള്ളത് ഹിയർ. അപ്പൊ ക്യാപിറ്റൽ N ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ N ഈക്വൽ ടു 10 ആണ് നമ്മുടെ സൈസ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കി ടോസ്. ഇവിടെ എലമെന്റ്സ് ഇപ്പൊ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാണ്. 56 32 58 90 ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ടോസ് ഈക്വൽ ടു, ടോസ് എന്നുള്ളത് എന്താ, ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഓഫ് ദി സ്റ്റാക്ക്. ടോസ് എന്നുള്ളത് എന്താ, ഇവിടെ 3 ആണ് ഇവിടെ ടോസ് എന്നുള്ള എലമെന്റ് ആയിട്ട് വരിക. ടോസ് ഈക്വൽ ടു 3. ടോസ് ഈക്വൽ ടു 3. അങ്ങനെ നമുക്കിനി അൽഗോരിതം വെച്ച് ചെക്ക് ചെയ്യാം. ടോസ് ലെസ് ദാൻ n മൈനസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ടോസിന്റെ വാല്യൂ ഇപ്പൊ എന്താണ് ഇവിടെ ഉള്ളത്, ടോസ് 3 ആണ്. അത് 10 മൈനസ് 1 അല്ലെ 9നേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് എന്താവും, അവിടെ പെർഫോം ചെയ്യുമ്പോൾ ടോസ് ഈക്വൽ ടു, ഇപ്പൊ ടോസ് പ്ലസ് 1 ആണ്. ടോസിന്റെ വാല്യൂ 3 ആണ്. 3 പ്ലസ് 1 എന്തായി മാറും, അവിടെ 4 ആയിട്ട് മാറും. അപ്പൊ ഇപ്പോഴത്തെ ടോസിന്റെ വാല്യൂ ഇൻക്രീസ്ഡ് ബൈ 1, ദെൻ വാല്യൂ ഓഫ് ടോസ് ബിക്കംസ് 4. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റാക്ക് ഓഫ് ടോസ്, ടോസിന്റെ ഇപ്പോഴത്തെ വാല്യൂ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും, സ്റ്റാക്ക് ഓഫ് 4 ഈക്വൽ ടു വാല്യൂ. ഏത് വാല്യൂ ആണോ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, എനിക്ക് ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ ഇപ്പൊ 98 ആണെങ്കിൽ ആ വാല്യൂ എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, സ്റ്റാക്ക് ഓഫ് 4ലേക്ക്. ഇതാണ് സ്റ്റാക്ക് ഓഫ് 4. അവിടേക്ക് ഞാൻ എന്ത് ചെയ്തു, 98 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ എനിക്ക് ഇനിയും എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് അതങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ നമുക്ക് ഇനി വീണ്ടും ഞാൻ ചെയ്യാണ്. ഇനി അതിൽ ഓവർഫ്ലോയുടെ കേസ് നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 101 2 11 18 and 17 ഇത്ര എലമെന്റ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സ്റ്റാക്കിലേക്കാണ് ഇനി വീണ്ടും എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം തന്നെ ഇവിടെ നോക്കാണ്. ടോസ് ഇപ്പൊ ഇവിടെ എത്താൻ വന്നിട്ടുള്ളത് 9 ആണ് ടോസ്. ഇനി n-1 n-ന്റെ വാല്യൂ ഇവിടെ 10 തന്നെയാണ്. അപ്പൊ നോക്കാണ് 9 ലെസ് ദാൻ 9. ഈസ് ഇറ്റ് ട്രൂ? ഇറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് കേസ് ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൾസ് കേസ് ആണെങ്കിൽ എൽസ് കേസിലേക്ക് എത്തി. അവിടെ എന്ത് പ്രിന്റ് ചെയ്യും, പ്രിന്റ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഇപ്പൊ ഈ വിഷ്വലി തന്നെ നിങ്ങൾക്ക് ഇത് അറിയാം. ഇതിലേക്ക് മാക്സിമം സൈസ് സ്റ്റാക്കിന്റെ 10 ആയിരുന്നു. ഇതിലേക്ക് ഇനി ഒരു പുതിയ എലമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഓവർഫ്ലോ സംഭവിക്കാമോ. അപ്പൊ ഓവർഫ്ലോ എന്നുള്ളത് എന്താ,
if the stack is full of elements, if we need to add any more elements more, then happens overflow. ഇനി നമുക്ക് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്താണെന്നും സ്റ്റാക്ക് ഓവർഫ്ലോ എന്താണെന്നും ഒന്നും കൂടെ ഡെഫിനിഷൻ വൈസ് നമുക്ക് നോക്കാം. സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് ആദ്യം. വൺസ് ദി സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് many more items, insert an item, an impossible situation arises. This is known as stack overflow. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ഒരു സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ അതിലേക്ക് വീണ്ടും ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സ്റ്റാക്ക് ഓവർഫ്ലോ. അതേപോലെ നെക്സ്റ്റ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. The stack is empty and if we try to delete an item from the stack, an unfavorable situation arises. This situation is known as stack underflow. അതായത് എംപ്റ്റി ആയിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നിന്ന് നമ്മൾ അഗെയിൻ വീണ്ടും അതിൽ നിന്ന് എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പൊ സ്റ്റാക്ക് ഓവർഫ്ലോ എവിടെയാണ് സംഭവിക്കുക? സ്റ്റാക്ക് ഓവർഫ്ലോ സംഭവിക്കുന്നത് സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ്. ഇനി അതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. സ്റ്റാക്കിന്റെ ഡിലീഷനെ പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിലീഷൻ ഫ്രം സ്റ്റാക്ക്. നമുക്ക് ഇനി അതിന്റെ അൽഗോരിതംസ് നോക്കാം. അടുത്തത് പോപ്പ് ഓപ്പറേഷൻ ഓൺ സ്റ്റാക്ക്. പോപ്പ് ഓപ്പറേഷൻ ഓൺ സ്റ്റാക്കിനാണ് നമ്മൾ എന്ത് പറയാ? ഡിലീഷൻ ഫ്രം സ്റ്റാക്ക്. ഡിലീഷൻ ആണ് നമ്മൾ പോപ്പ് എന്ന് പറയാ. ഇനി അതിന്റെ അൽഗോരിതം: assume that stack of n is an array with size n and toes denotes the topmost element of the stack. Let var be a variable to store the popped item. നമ്മൾ നേരത്തെ പുഷിൽ പറഞ്ഞ സെയിം വേരിയബിൾസ് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്യാപിറ്റൽ എൻ ആണ് സ്റ്റാക്കിന്റെ സൈസ്. അതേപോലെ ടോസ് എന്നുള്ളത് നമ്മുടെ സ്റ്റാക്കിലെ ഏറ്റവും മുകളിലുള്ള എലമെന്റ്. നമ്മൾ ഇൻസേർഷൻ എവിടെയാണ് എലമെന്റ് ഉള്ളത്, എലമെന്റ് ആണ് ടോസ്. ദെൻ ഏത് ഐറ്റം ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, ആ ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ഉള്ള വേരിയബിൾ. ഇനി അൽഗോരിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. If toes greater than -1, അതായത് മാക്സിമം നമ്മൾ ലാസ്റ്റ് വാല്യൂ 0 ആണ്. അത് വിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതായത് നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എംപ്റ്റി ആണെങ്കിൽ അവിടെ എന്താ വരിക? അണ്ടർഫ്ലോ. സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ എംപ്റ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഏതാണോ സ്റ്റാക്കിലെ ടോപ്പ് മോസ്റ്റ് എലിമെന്റ് അതാണ് നമ്മുടെ വാല്യൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കുറയും ആ പൊസിഷൻ. ഇപ്പൊ തേർഡ് പൊസിഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെങ്കിൽ ദെൻ ടോപ്പ് മോസ്റ്റ് എലിമെന്റ് സെക്കൻഡ് ആയിട്ട് മാറും. ദെൻ ടോസ് ഈക്വൽ ടു ടോസ് -1. അതർവൈസ് ഇഫ് ദി സ്റ്റാക്ക് ഈസ് എംപ്റ്റി ദെൻ വാട്ട് വിൽ ഹാപ്പൻ? സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്യണം. നമുക്ക് ഇതിന്റെ ഒരു പിക്ചറൈസേഷൻ നോക്കാം. ഇനി അപ്പൊ ഇതൊരു സ്റ്റാക്ക് ആണെങ്കിൽ ഞാൻ നെയിം കൊടുത്തു, സ്റ്റാക്ക് എന്ന നെയിം കൊടുത്തു. സ്റ്റാർട്ടിംഗ് വിത്ത് സബ്സ്ക്രിപ്റ്റ് വാല്യൂ 0, 1, 2, 3, 4, 5. ഹിയർ ഞാൻ എലമെന്റ്സ് ദെൻ ഇൻസേർട്ട് ചെയ്യാണ്. 11, 12, 2. 3 എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ളൂ. ദെൻ ഇപ്പോ ക്യാപിറ്റൽ N ഈക്വൽ ടു ദാറ്റ് ഈസ് ദി സൈസ് ഓഫ് ദി അറേ ഹൗ equal to 0, 1, 2, 3, 4, 5. Then the value of n equal to 6. Next, toes. Toes equal to what will be the toes value? It becomes 2. Here 2 is the toes value, that is topmost element of the stack. That is stack of 2. ഇവിടെ 2 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ നോക്കാം. ടോസ് ഗ്രേറ്റർ ദാൻ -1. ടോസ് ഇപ്പോൾ ഇവിടെ എന്താണ്? 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ -1 ആണോ? ഇറ്റ് ഈസ് ട്രൂ. ദെൻ സ്റ്റെപ്പ് 2ലേക്ക് പോകുമ്പോൾ വാൽ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാക്കിന് ഒരു എൻഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി ടോപ്പ്. ഈ ടോപ്പ് ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഏത് എലമെന്റ് നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യാം? ഏത് എലമെന്റ് ആണ് ആദ്യം ഡിലീറ്റ് ചെയ്യുക? ഏതാണോ ഏറ്റവും ടോപ്പിലുള്ളത്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം അപ്പൊ ഏതാണ്? 2 എന്നുള്ള ഈ ഐറ്റം ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്റ്റാക്ക് ഓഫ് ടോസ്. ഇവിടെ സ്റ്റാക്ക് ഓഫ് 2 ഏത് തന്നെയാണ്? 2 തന്നെയാണ്. അതാണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരിക. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പോ ഈ വാല്യൂ മാറി കഴിയുമ്പോ then what will be the value of toes? It becomes 1. ഈ 1 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് സ്റ്റാക്ക് ഓഫ് ടോസ് എന്ത് വരും? 12 ആയിട്ടായിരിക്കും വരിക. അപ്പൊ നമ്മൾ ടോസിന്റെ വാല്യൂ ടോസ് -1 ആവും. അപ്പൊ ടോസിന്റെ വാല്യൂ എന്തായി മാറും? 1 ആയി മാറും.
ഇനി നമുക്ക് വീണ്ടും 12 മൈനസ് ചെയ്ത് 12 ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ 12 ഡിലീറ്റ് ചെയ്ത് വീണ്ടും ടോസിന്റെ വാല്യൂ 0 ആയി മാറും. അങ്ങനെ നമുക്ക് ഇനി വേണമെങ്കിൽ 0യും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴോ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ, ടോസിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ഇപ്പോ ടോസിലെ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ 0നേക്കാളും ചെറുതായ എന്തോ ഒരു വാല്യൂ ആണ്. 0 വന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. 0 എങ്കിലും വന്നാൽ. അപ്പൊ ടോസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ അണ്ടർഫ്ലോ സംഭവിക്കും. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ പോപ്പിന്റെ അൽഗോരിതം. ഇനി നമുക്ക് ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? ആദ്യം നമ്മൾ എന്താണ് സ്റ്റാക്ക് എന്ന് നോക്കി. സ്റ്റാക്ക് എന്തായിരുന്നു? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക് എന്നുള്ളത്. അതിനകത്ത് നമ്മൾ ലിഫോ പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലൈക്ക് എ സാക്ക്. ഏറ്റവും മുകളിൽ വരുന്ന എലിമെന്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുക. അതാണ് നമ്മൾ ലിഫോ എന്ന് പറയാ. ഇനി സ്റ്റാക്കിലേക്ക് ഒരു എൻഡേ ഉള്ളൂ. ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ഒരു എൻഡേ കൂടെയാണ്. അതിന് നമ്മൾ പറയും ടോപ്പ് എൻഡ് എന്നാണ് പറയാ. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റാക്കിൽ 2 ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുക, പുഷ് ആൻഡ് പോപ്പ്. പുഷ് എന്നുള്ളത് എന്താ? ഇൻസേർഷനും പോപ്പ് എന്നുള്ളത് ഡിലീഷനും ആണ്. പുഷിൽ ഇപ്പോ സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ ഇനിയും ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഓവർഫ്ലോയും. സ്റ്റാക്കില് എംപ്റ്റി സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ അണ്ടർഫ്ലോയാണ് സംഭവിക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റാക്കിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയ ക്യൂവിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു സ്റ്റുഡൻസ്.